ഒരു പ്രഷറുണ്ട്, പ്രഷർ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പൊ പ്രകമ്പനത്തില് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണോ പ്രതീക്ഷിക്കാൻ പറ്റുക? ഇപ്പൊ ആലപ്പുഴ ചിൽക്കാനാല ഉൾപ്പെടെ അവിടെ ഒരു പെർഫോമറിനെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ പ്രകമ്പനത്തിൽ എന്താ ഗണപതി എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല. പക്ഷെ ഇതൊരു ഹൈലി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ത്രൂ ഔട്ട് ഫൺ ആൻഡ് ലൈക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഹൊറർ എലമെന്റ് പരിപാടിയായിട്ട് ഇതിന്റെ ഒരു വൺ ലൈൻ ഇപ്പൊ പറഞ്ഞ പോലെ കാർത്തികാണ് പറഞ്ഞ പോലെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയത് ഈ സിനിമയുടെ. അപ്പോൾ ആ ഒരു എലമെന്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിന്റെ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഫൺ വരുന്ന പരിപാടിയും. അപ്പം കുറെ കാലത്തിന് ശേഷം എനിക്ക് ഒന്ന് ഫുള്ളി ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. സാഗറിന് ഈ പണിക്കൊക്കെ ശേഷം വളരെ റോ ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള വേഷങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാഗറിന് ഒരു സോൺ ഉണ്ട്. ഇപ്പം തട്ടിമുട്ടികൾ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അപ്പൊ ആ സൈഡ് കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന, അതായത് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു സാഗറിനായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്റെ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഫുള്ള് എല്ലാവരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും വിജയ് ശേഖരനായിട്ടാണെങ്കിലും നീളാണെങ്കിലും അമീനാണെങ്കിലും ശീതളാണെങ്കിലും അപ്പൊ അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യണം. ഇതിന്റെ ഓരോ സിറ്റുവേഷൻസ് ഓരോ ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആ ഒരു ഫണ്ടായിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസും അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളൊക്കെ കാണാൻ മതി തുടങ്ങുമ്പോൾ. അതാണ് എൻ്റെ ഒരു റൈറ്റ്. വിജയ്, ഈ പടത്തിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ കാണുമ്പോൾ ഒരു സ്റ്റോണർ ജോണർ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു സ്റ്റോണർ ജോണർ സിനിമയാണ് എന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പം അടിക്കപ്പേര് കൂട്ടമണിയൊക്കെ ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫൺ സോൺ ഉണ്ടല്ലോ, അവിടേക്കാണോ പ്രകമ്പനം നോക്കുന്നത്? അത് നിങ്ങളെയാണ് വിലയിരുത്തേണ്ടത് കണ്ടതിന് ശേഷം എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നത് പഴയ ഹരിയർ നഗർ എടുത്തു കഴിഞ്ഞാൽ പോലും പിന്നെ അവിടുന്ന് വന്ന് ഇതുപോലുള്ള കൂട്ടുകെട്ടുക സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രകമ്പനം. കേരളത്തിലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എങ്ങനെയുള്ള കഥകൾ വേണം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള സിനിമ ചെയ്യണമെന്ന് തോന്നിയ സിനിമകളുണ്ടോ? ഇനി ഭാവിയിൽ ഏതൊക്കെ സിനിമകളാകും ആ ഒരു ഗണത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? Yeah, I mean, always Malayalam cinema, like, it's personally very inspiring for me. Generally, like, Malayalam cinema inspires me a lot, and because it doesn't they break Malayalam filmmakers, they sort of break the genre boundaries and other things, and then they suddenly explore, and then out of all this they keep very simple stories. So I always have seen Malayalam cinema as something. I adore Malayalam cinema. So we would love to be part of like iconic Malayalam films. So always whenever we see some films coming Malayalam, we thought, okay, we should also be part of such films, and then we should be producing. So open for any kind of genre. We are looking forward for really good scripts, essentially. Yeah. ഒരു രോമാഞ്ചം പരിപാടി പോലത്തെ പാടുമായിരുന്നു. ഒരു രോമാഞ്ചം പോലത്തെ ഒരു പരിപാടിയാണ്. ഓജോ ബോർഡ് അങ്ങനത്തെ സെറ്റപ്പ്. ഡയറക്ടർ ഇത് കണ്ടിട്ടാണോ ചോദിച്ചത്? അത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡ് ആദ്യം ഓജോ ബോർഡ് കളിക്കുന്നതാണ്. ക്യാരം ബോർഡാണ് അത്. ഹോസ്റ്റലിൻ്റെ അകത്തുള്ള റൂമാണ്. അവർ ക്യാരം ബോർഡ് മാത്രമാണ്. എന്തായാലും എനിക്ക് അതിപ്പം എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതൊക്കെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണം വിലയിരുത്താൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ വേണം ഈ സിനിമയെ വിലയിരുത്താൻ. പ്രേക്ഷകർ അത് ഓജോ കൂടില്ല. അത് ഞങ്ങൾ വിലയിരുത്തും.
ഓജോ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി എന്താണ്? കാർത്തിക് സർ ഇപ്പോൾ